എന്നെ മനുഷ്യ ബെഡ് കോഫി എന്ത് കൊന്തുമെങ്കിലും ആകട്ടെ പോയി കൊണ്ടുവരും മൈ ഡാർജിലിംഗ്. കുടുംബം പട്ടിണി ഇനി 3 നേരം വെട്ടി വിഴുങ്ങാൻ തണ്ടാൻ പോകണം. എന്റെ പൊന്നു മോളെ, ഇനി തെണ്ടാനും കക്കാനും ഒന്നും പോകണ്ടടി. ഒരു സന്തോഷ വാർത്തയുമായിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. നത്തിങ് ഓഫീസിലെ പോട്ടി. എന്ത് വാർത്ത? ലണ്ടനിന്ന് മകൻ വരുന്നേ, നമ്മുടെ മകൻ വരുന്നേ. കാര്യം തോളിലാക്കിയിട്ട് അവൻ വരുന്നേ, നമ്മുടെ മകൻ വരുന്നേ. കോട്ടും സ്യൂട്ടും ഇട്ടിട്ട് അവൻ വരുന്നേ, ഡിയർ സൺ വരുന്നേ. പാട്ടും കൂത്തുമായിട്ട് അടിപൊളിയാ, ഇനി അടിപൊളിയാ. അടിച്ചു പൊളിക്കല്ലേ? നാട്ടിൽ നിന്നോ പൊങ്ങിയതോ ലണ്ടനില. കണ്ടാലോ കോമന, വന്നാലോ മേലകട. 5-6 കൊല്ലം കൂടി ലീവിനു വരുന്നേ. അടിപൊളിയാണ് അടിപൊളിയാണ് അടിപൊളിയാണ്. എന്റെ കർത്താവേ, ഞാൻ ഈ കേട്ടത് സത്യമാണോ? കടലിനക്കരെ പോയി വരാം, കാണാ പൊന്നിന് പോയി വരാം. പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? കൈ നിറയെ പോയി വരുമ്പോൾ ഉണ്ട കൊണ്ടുവരും. അതൊക്കെ പറയടി. ബന്ധുക്കാരോ കടക്കാരോ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ പൂരപ്പുറം പോലെയാകും. അവൻ ഇങ്ങോട്ടത് വന്നോട്ടെ. അയലത്തെ ചന്ദ്രനെ പോൽ ഒരു മാളിക പണിയും ഞാൻ. വീടാകെ ഏറിയുമാക്കി ഓസിന് ഞാൻ വിളന്നുമണി. ഹണിബി ഹണിബി അതിൽ 2 ലാർജ് മടിച്ച്. അബിബി അബിബി തുടങ്ങുന്ന പാട്ടും പുള്ളി സുൽത്താനായി വാഴും ഞാൻ. സൽമാൻ ഖാന്റെ ശൈലാകും. നമ്മുടെ മകൻ വരുന്നേ, നമ്മുടെ മകൻ വരുന്നേ. എന്റെ മനുഷ്യ, അത് മകനല്ല, നമ്മുടെ മൂത്ത മരുമകനാ. എന്റെ ദൈവമേ, അവൻ ഇന്നും കള്ളാണോ? 4 കാല സ്ഥിരം 4 കാല. 2 മകത്തില്ലേ ലാഗപോറ. ബാറ് കണ്ടാൽ എന്റെ ബോറു മാറും. 2 തല്ല് കിട്ടിയെന്നാൽ വാറും മാറും. 4 കാല സ്ഥിരം 4 കാല. 2 മകത്തില്ലേ ലാഗപോറ. ബാറ് കണ്ടാൽ എന്റെ ബോറു മാറും. 2 തല്ല് കിട്ടിയെന്നാൽ വാറും മാറും. ആരും കാണാതാറെണ്ണം വീശും. ബാറിൽ തന്നെ മൂലയ്ക്ക് ചായും. കയ്യിലുള്ള കാശെടുത്ത് ബാറിലുള്ള വെയിറ്റർമാർക്ക് 100 രൂപ വീതം അങ്ങ് ടിപ്പ് കൊടുക്കും. നീ ഓവറാകുന്നവർ ടിപ്പ് കയ്യിൽ വാങ്ങിയിട്ട് കോളറിന് തൂക്കി മെല്ലെ റൊട്ടിയാക്കും. എന്റെ പൊന്നു മോനെ, 4 കാലിൽ നടക്കുന്ന പൊന്നു മരുമോനെ, 4 കാലിൽ നടക്കുന്ന പൊന്നു മരുമോനെ, എന്ത് കുറവാണ് നിനക്ക്? 5 മണിക്കൂറും പിടിവിട്ട് നടന്നാൽ എന്നെ മുഴുപട്ടിണി. ഓ, നിനക്ക് ഇനിയെങ്കിലും ഈ കള്ളൂടി ഒന്ന് നിർത്തിക്കൂടടാ. അപ്പച്ച, 3ാമത്തെ വയസ്സിൽ എന്റെ അമ്മ മരിച്ചതാ. മുലകൂടി നിന്നപ്പോ എന്തെങ്കിലും ഒരു കുടി വേണമല്ലോ എന്ന് കരുതി തുടങ്ങിയത് ഈ കള്ളൂടി. ഇതിപ്പോ എന്നെ കുടിച്ചോണ്ടിരിക്കുക. ഉടുക്കണമെന്നുണ്ട് അമ്മച്ചി, പക്ഷെ ഒരു മറയില്ലല്ലോ. ഈ മറ തപ്പി ഞാൻ നടക്കുന്നത്. അതുപോട്ടെ, എന്റെ അളിയനെവിടെ? എന്റെ കർത്താവേ, അത് നീ എങ്ങനെ അറിഞ്ഞു? തെക്കേലക്കാതർക്ക പറഞ്ഞറിഞ്ഞു ഫാദർ, എന്റെ അളിയൻ ലണ്ടനിന്ന് വരുന്നുണ്ടെന്ന്. എന്റെ പുന്നാരളിയൻ ഇന്ന് വരുന്നുണ്ടെന്ന്. എനിക്കുള്ള വീതമൊന്നും ഒതുക്കരുതേ, നിങ്ങളുടെ പുന്നാര മോള് വന്നു വീട്ടിൽ നിൽക്കും. ആ മുദേവി നാളെ വന്നു വീട്ടിൽ നിൽക്കും. കേട്ടാ എന്ത് വിചാരിക്കും? നാട്ടുകാർ കേട്ടാൽ എന്ത് വിചാരിക്കാൻ? ആരെന്ത് വിചാരിച്ചാലും ആദ്യത്തെ പെട്ടിയിൽ അടങ്ങുമോനെ. പറയാനുള്ള മുഴുവൻ പറഞ്ഞിട്ടേ പുറത്തേക്ക് വരാവുള്ളൂ. ആദ്യത്തെ പെട്ടിയിൽ എന്തായിരിക്കണം, അത് മുഴുവനും നീ ഫസ്റ്റ് അളിയനു നൽകണം. കുപ്പിയുണ്ടെങ്കിൽ 2 നൽകണം. ഇനി ഇതാരാണാവോ? അന്തിപ്പാതിരാ നേരം കാറിന്റെ ഉള്ളിൽ നിന്ന് പെട്ടിയും തൂക്കി കേറി വരുന്നവൻ ആരാടാ? ആരാടാ? എവിടെ 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 എവിടെ?
കാണാമല്ലേ? അന്തിപ്പാതിരാ നേരം കാറിന്റെ ഉള്ളിൽ നിന്നും പെട്ടി തൂക്കി കയറി വരുന്നവൻ ആരാടാ? എടാ ആരാടാ? അവൻ എന്റെ മകനല്ലേ ജോർജ് കുട്ടി. കയ്യിലുള്ള പെട്ടിക്കുള്ളിൽ ജോർജ് കുട്ടി. ചാറുകളെല്ലാം കൂടി വരുന്നതല്ലേ മോന്റെ കയ്യിലുള്ളത് അടിച്ചു മാറ്റാം. എടി നീ ഒന്ന് പതുക്കെ പറ. അപ്പച്ചാ, ഹായ് മൈ ഡിയർ സൺ. അപ്പച്ചാ, മോനെ വാടാ, വേഗം വാടാ. നാലുകളായിട്ട് നിന്നെ കാണാൻ പോറിൻ പണവും കെട്ടിയടച്ച പെട്ടിയിലാക്കി പൊട്ടിയെടുത്ത് പോറിൻ ബാഗിൻ തോളിൽ തൂക്കി ചെട്ടിയടിച്ചു വരുന്നത് കാണാൻ മേളത്തരികിടത് മുളത്തേ. അയ്യോ എന്റെ അപ്പച്ചാ, ഏ? അയ്യോ വയ്യേ നടുവും പോയേ നാട്ടിലെ റോഡിൽ കട്ടറു കുഴിയിൽ പെട്ടിയുമായി തല്ലിയലച്ച വരവിനിടയിൽ പൊടിയും കടിയും നടുവിന് ഒടിവും ചതവും തല്ലിയലച്ചു വരുന്നത് കണ്ടാൽ അപ്പാതരികണത് ഹൃദത്തെ. മോനെ നീ അങ്ങ് തടിച്ചു കൊടുത്ത് മെലിഞ്ഞു വെളുത്ത് കരിക്കട്ട പോലെ ആയില്ലോടാ ജോർജ് കുട്ടി. ഈശോയെ പോയപ്പോ എന്തോരം നല്ല പേഴ്സണാലിറ്റി ആയിരുന്നു. ഇപ്പൊ എന്താ ഒരു കുറവ്? ഇപ്പൊ മുനിസിപ്പാലിറ്റി പോലെ ആയി. അളിയാ, അളിയനെ കാത്തളിയനെ കാത്ത് ഇത്ര നാള് കാത്തിരുന്നളിയ. എന്താളിയാ? എന്റെ പുന്നാര അളിയ, എന്റെ പുന്നാര അളിയ, തന്നോട് ഞാനൊരു കിന്നാരം പറയട്ടെ. എന്ത് കിന്നാരം? ഞാനൊരു കിന്നാരം പറയട്ടെ. എന്നെ ഞെക്കി കൊല്ലാതെ. നീ ഇങ്ങോട്ട് മാറിക്കേ. കിന്നാരും പുന്നാരും ഒക്കെ പിന്നെ പറയാം. അപ്പച്ചന്റെ ബ്ലഡ് പ്രഷർ കൂട്ടാതെ പെട്ടി തുറക്കണം മോനെ. തുറക്കും മോനെ. അളിയ, അളിയൻ കൊണ്ടുവന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് തുറന്ന് കാണിക്കളിയാ. ദേ എന്റെ അമ്മച്ചിക്ക് ഫോറും കൂടാതെ എന്റെ അപ്പച്ചന് കാരം കൂടാതെ എന്റെ അളിയന് കൂളിംഗ് ഗ്ലാസും ഫ്രീ. ഈ ചട്ടി മുണ്ടും ഇനി വേണ്ട മോനെ. അച്ചടിതാർ എനിക്ക് താ മകനെ. ഈ മുണ്ട് ഷർട്ട് മിനി വേണ്ടെനിക്ക് ഒരു ജീൻസ് പാൻറ് താട്ടാ. ഓ എന്റെ അപ്പച്ച, ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ പഴയ സ്റ്റൈലായിരിക്കും. Never. ഓരോരുള്ളവരൊക്കെ പഴയ സ്റ്റൈൽ തന്നെ. ഓ ഈ നാട്ടിലുള്ളവരൊക്കെ അടിപൊളി ഫാഷൻസ്. അമ്മച്ച എവിടെ? ദാ വരുന്നു മോനെ. എന്റെ ദൈവമേ ഇത് എന്തോന്ന്? കൊണ്ടാട്ടി മിടിക്ക്, കൊണ്ടാട്ടി മിടിക്ക്, കൊണ്ടാട്ടി മിടിക്ക്, കൊണ്ടാട്ടി മിടിക്ക്. പുല്ലാടേ 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 മുറ്റം നിറയെ പുല്ലാടേ. മുറ്റം അളിയാ, അളിയാ ഏതാളിയാ വെള്ളപ്പിശാച്ച്? അത് രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന അളിയന്റെ അളിയനാ. അപ്പൊ ഞാൻ അമ്മച്ചി പെട്ടിയെല്ലാം അകത്തേക്ക് മുക്കിക്കോ, ഇല്ലെങ്കിൽ അവനെല്ലാം ഖജനോ മുക്കുന്നോ അല്ലേ മുക്കും. 10,000 അല്ല, 10,000 10,000 10,000 എന്റെ പൊന്നളിയ 1.5 ലക്ഷം രൂപയുടെ കടമുണ്ട്. അളിയൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ പിന്നാര അളിയാ, എന്തോ? അളിയന് വിവരമുണ്ടോ? ഇല്ല. വിദ്യാഭ്യാസം ഉണ്ടോ? ഇല്ല. സംസ്കാരമുണ്ടോ? ഇല്ല. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടോ? ഇല്ല. പിന്നെ അളിയൻ എങ്ങനെ ജീവിക്കും? അതല്ല ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. സുഖ ഭക്ഷണം സുഖ ജീവിതം എന്റെ അളിയാ. ഞാൻ പാർട്ടിക്കാരൻ നാട്ടുകാരുടെ പാർട്ടിക്കാരൻ നാട്ടുകാരുടെ കൊണ്ടു തന്നെ പാടുപെട്ടു മന്ത്രിയായി കാശടിച്ചു കിശ വീർത്തവൻ. ഇപ്പോ ചേറും സ്റ്റേറ്റുകാരും പോയടോ. ഇപ്പോ പല്ലു പോയ സുഖം പോലെ എന്റെ കോലമാ. എന്റെ പൊന്നളിയ, അതുകൊണ്ട് അളിയൻ കാർഗിൽ ഫണ്ടിലേക്ക് ഒരു 5 ലക്ഷം രൂപ എന്റെ പേരിൽ ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യണം. ഓ അളിയ, അളിയനെ മുടിഞ്ഞ രാഷ്ട്രീയം ഒന്ന് നിർത്താവോ? നിർത്താനോ? ഒരു വട്ടം കൂടിയ കൊടി വച്ച കാറിന്റെ പുറകിൽ കിടക്കുവാൻ മോഹം. പലവട്ടം കയറിയ നിയമസഭയെ ചെന്നു തെറിപ്പാട്ട് പാടുവാൻ മോഹം. എന്റെ കൊടുമുണ്ടു പൊക്കുവാൻ മോഹം. എത്ര നല്ല നടക്കാത്ത മോഹങ്ങൾ. പാർട്ടിക്കാരാ, എടാ പാർട്ടിക്കാരാ, നിനക്കെന്ത് കാരണം മുടിഞ്ഞു ഭാരതം? എന്തിനാണടാ ഈ ദുരിതം മാരണം? പാർട്ടിക്കാരാ, എടാ പാർട്ടിക്കാരാ. ഫാദറേ, നോ നോ, ഗ്രാൻഡ് ഫാദറേ, നോ നോ, അവന് തുടരുതേ. അവന് തൊട്ടാൽ നാളെ അതിന്റെ പേരിൽ ഒരു ഹർത്താൽ ഉണ്ടാവും. അവന്റെ കാല് പിടിക്കൂ, എന്നിട്ട് കാലവാരി നിലത്തടിക്കൂ. നിങ്ങളൊന്ന് മിണ്ടാണ്ടിരി മോനെ. പൊന്നുമോനെ, നിന്റെ കയ്യിലുള്ള ലക്ഷ്യങ്ങൾ എല്ലാവർക്കും വീതിച്ചു കൊടുക്കും മോനെ. നിന്റെ ലക്ഷ്യങ്ങൾ കിട്ടിട്ട് ഇവിടെ എന്തൊക്കെ പണി ഉണ്ടെന്നറിയാമോ? കന്നിപ്രതാപം നാത്തുന്റെ വീട്ടിലെ ആദ്യത്തെ കേസല്ലേ. നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും കൊടുത്തില്ല നാണക്കേടാവൂലേ? ബാങ്കിൽ അടയ്ക്കുവാൻ 5-6 ലക്ഷങ്ങൾ, വീടുപണിക്കായി 4-5 ലക്ഷങ്ങൾ, മുത്തമ്മ
മകൾക്കുള്ള സ്ത്രീധന ബാക്കിയും പറ്റികടെ തന്നെ പറ്റുണ്ട് ലക്ഷങ്ങൾ പെട്ടിക്കകത്തുള്ള നോട്ടുകൾ പൊട്ടിച്ച് എണ്ണിത്തവഞ്ഞു മോനെ കൂടെ നിന്റെ മാലയും മുരിത്തടാ. എന്റെ അപ്പച്ച മാലെന്ന് വിടെ അപ്പച്ച. ഹോ, എന്റെ ദൈവമേ, എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഈ വീട്ടിലൊരിത്തിരി സ്വസ്ഥത കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. എന്താ മോനെ നിന്റെ പ്രശ്നം? തുറന്നു സ്പീച്ചു. തൊട്ടടുത്ത വീട്ടിലെ ജോസഫ് ചേട്ടന്റെ മുത്ത മോളെ കെട്ടിച്ചതാ. എടാ, തൊട്ടടുത്ത വീട്ടിലെ ജോസഫ് ചേട്ടന്റെ മുത്ത മോളെ കെട്ടിച്ചതാ. അലീൻ എന്ത് മണ്ടത്തരമായി പറയുന്നത്? 46 വയസ്സല്ലേ ആയുള്ളൂ. സമയം ഇനിയും കിടക്കല്ലേ കല്യാണം കഴിക്കാൻ. രണ്ടണീരത്തിട്ട് മണ്ടത്തരം കാട്ടും പൊന്നു സന്തതിയേ. എന്താ അപ്പച്ച? പ്ലാൻ എന്തുവാ നിന്റെ പ്ലാൻ എന്തുവാ? പ്ലാൻ എന്തുവാ? പ്ലാൻ